ഞാൻ ട്രെയിലർ കണ്ടു കേട്ടോ ബ്രോ. നരി വേട്ട. പക്ഷെ അതിൽ ഈ അവിടെ ഒരു ചോപ്പായിട്ട് കിടക്കുന്നേ ഉള്ളൂ. നരവേട്ട പോലെ ഫീൽ ചെയ്യും. ആ ട്രെയിലർ കാണുമ്പോഴും അങ്ങനെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഔട്ടിൽ നിങ്ങളെ ഹാപ്പിയാണ്? വളരെ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. ഇതിപ്പോ 25th കോൺഫിഡൻസ് എന്റെ മുഖത്തുണ്ട്. ആക്ച്വലി ഉണ്ട് കേട്ടോ. കാരണം നമ്മളൊരു അല്പമെങ്കിലും ഷ്രെഡ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. അല്ല, പക്ഷെ നമുക്ക് വളരെ ഹാപ്പിയാണ് നമ്മൾ പടത്തിന്റെ അടുത്തില്ല. എന്നാൽ പക്ഷെ നമ്മൾക്ക് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. അത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമ എടുത്തു വെച്ചതിന്റെ കോൺഫിഡൻസ് ആണ് അത്. തിയേറ്ററിൽ വന്നിട്ട് ആൾക്കാർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നത് അത് വേറെ ഗെയിമാണ്. അത് മനസ്സിലായി. നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്ത വർക്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ്. 100%. അടിപൊളി. പുതിയ കാലത്തെ ആത്മവിശ്വാസം പോലും അഹങ്കാരമായിട്ട് കണക്കാക്കുന്ന കാലം. ഇത് അഹങ്കാരമായിട്ടല്ല സുഹൃത്തുക്കളെ പറയുന്നത്. ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോഷ്യലി നല്ല റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് എടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബ്രോയുടെ ആദ്യത്തെ പടവും സോഷ്യലി റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കിലൂടെയല്ലേ കടന്നുപോയത്? അതെ. എന്നിട്ട് എങ്ങനെയാണ് ഈ പടത്തിലോട്ട് എത്തുന്നത് നമ്മള്? ഇത് ശരിക്കും പറഞ്ഞാൽ 2021 നമ്മൾ ഇതിന്റെ ആലോചനകൾ നടത്തുന്നത്. 2021 അപ്പോൾ തുടങ്ങുമ്പോഴേ ടോയ് ബ്രോ തന്നെയാണ് മനസ്സിലുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനും അഭിനയം ആലോചിച്ച് തുടങ്ങിയത് മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസിന് ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് ആ അഡ്വാൻസിനെ മുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുകയും അതിൽ കഥ പറയാൻ വേണ്ടിയിട്ടൊരു വിളിക്കുക. അപ്പോൾ അവരൊരു കഥ പറഞ്ഞു. അഭിനയം എനിക്ക് വർക്കായില്ല. നമ്മൾ തിരിച്ച് ആ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറി ഇരിക്കുമ്പോൾ അഭിനയം പറഞ്ഞാൽ ഒരു പരിപാടി ഉണ്ട്, ഞാൻ ഒന്ന് വർക്കൗട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് രാത്രി തന്നെ വിളിച്ചിട്ട് പിച്ച് ചെയ്തു പരിപാടി. അപ്പം ആ മൊമെൻറ്റിൽ എൻ്റെ മനസ്സിൽ ടൊവിയായിരുന്നു. അത് കേട്ടപ്പോൾ, ഈ കഥ കേട്ടപ്പോൾ ടൊവിയായിരുന്നു. പക്ഷെ അവനത് ഒരു 1 ലൈൻ ഫോമായിട്ട് 20 പേജായിരുന്നു ആദ്യത്തെ 1 ലൈൻ ഉണ്ടായിരുന്നത്. അത് ടോട്ടലി വേറൊരു ഭയങ്കര പേസിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വർഗീസ് പീറ്റർ എന്നുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു. അതിൽ കുറേ ഇവൻറ്റ്സൊക്കെ മിസ്സിങ് ആയിരുന്നു. അപ്പം അത് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിൽ ഇനി ആരുടെ അടുത്ത് പറയും എന്നുള്ളത് രണ്ടുപേരും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് അത് ടൊവിലേക്ക് തന്നെ പോവാം എന്നുള്ളത്. പിന്നെ ഒരു 3 or 4 months നമ്മൾ ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് ടൊവിയെ പോയി കാണുന്നത്. ടോയ് ബ്രോ ഒരു ആക്ടർ എന്ന നിലയിൽ ഇന്ന് വരെ ഒരു എത്ര സ്ക്രിപ്റ്റെങ്കിലും വായിച്ചു കാണും? ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ടൊവി എന്തായാലും ചെയ്തിട്ടുള്ളതിനേക്കാളും ഒരു 2-3 ഇരട്ടിയെങ്കിലും. അല്ല, ടൊവി ചെയ്യുന്ന പടത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റ്, ഇപ്പം ഈ പടത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് നമ്മൾ ഏതാണ്ട് ഒരു 6-7 തവണ ടൈംസ് വായിക്കും. നമ്മൾ ഒരുമിച്ചിരുന്നും വായിക്കും, ഒറ്റയ്ക്കിരുന്നിട്ടും ഞാൻ വായിക്കും. അപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് വായിച്ചിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കഷനുള്ള സ്കോപ്പും കൂടെ കൂടുതലാണ്. നമ്മൾ തന്നെ ഒരുമിച്ചിരുന്ന് വായിച്ചിട്ടുണ്ട്. അതല്ലാതെയും സ്ക്രിപ്റ്റുകൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് കഥ നേരിട്ട് കേൾക്കാനാണ്. ഒരാൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും മുഴുവൻ സ്ക്രിപ്റ്റും വേണമെങ്കിൽ ഇരുന്ന് വായിക്കാനും എനിക്ക് സന്തോഷമാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എങ്ങനെയാണ് ഡയറക്ടർ ആ സിനിമനെ എടുത്തു വെക്കാൻ പോകുന്നതെന്നും കൂടെ നമുക്കൊരു ധാരണ കിട്ടും. ഞാനിരുന്ന് വായിക്കുമ്പോൾ എൻ്റെ സങ്കല്പത്തിലുള്ള എൻ്റെ ഭാവനയിൽ കാണുന്നതല്ലേ. എന്നിട്ട് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ റോളിലാണെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന്. കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാരലലി നമ്മൾ ആസ് എൻ ഓഡിയൻ, ആസ് എൻ ആക്ടർ 2 തോട്ട്സും പോവും കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ. സിനിമ എന്നുള്ള നിലയ്ക്ക് എന്നിലെ ഓഡിയനെയും ആ ക്യാരക്ടർ എന്നിലെ ആക്ടറിനെയും എക്സൈറ്റ് ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ആയിരിക്കും കേൾക്കുന്നത്. പിന്നെ എന്തായാലും കേട്ടിട്ട് അപ്പം തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു മറുപടി പറയാന്നുള്ളതിനേക്കാൾ ഞാൻ സമയം ഒന്ന് ഉറങ്ങിയിരുന്നിട്ട് പറയാം എന്നാണ് സാധാരണ പറയാറ്. പക്ഷെ ഇത് പറഞ്ഞുള്ള സമയത്ത് കഥ ശരിക്കും 10-11 മണിക്കാണ് നമ്മൾ പോയി. പക്ഷെ കഥയിലേക്ക് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് എപ്പം കാണുമ്പോൾ നമ്മൾ പറയാൻ കുറേ വിശേഷങ്ങളുണ്ടല്ലോ. ഞങ്ങൾ കുറേ കൊല്ലങ്ങളായിട്ടുള്ള. നിങ്ങൾ ആക്ച്വലി ഇതിന് മുന്നേ മുതലേ ഫ്രണ്ട്സ് ആണ്? ഞാൻ 7th grade അഭിനയിക്കുന്ന സമയത്ത് അസോസിയേറ്റ് ഡയറക്ടറാണ് അതിനകത്ത്. 2014. അപ്പോൾ ഇത് 2014. അപ്പൊ ഇത് വർഷങ്ങളുടെ നീണ്ടു നിൽക്കുന്ന കഥയാണ്. അതെ. അതിനിടയ്ക്ക് നമ്മള് ത്രൂ ഔട്ട് വർഷങ്ങൾ നമ്മൾ ടച്ചിൽ ആയിരുന്നു. നമ്മളല്ലാതെ ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കാതെ ഇരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് കാലങ്ങളായി സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുക എന്നുള്ളതല്ലേ ഞാൻ പറയണേ. പക്ഷെ ഇടയ്ക്ക് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിളിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടില്ല. അതായത് അനുരാജനാണ് നമുക്ക് വിളിച്ചിട്ട് അനുരാജ മറ്റേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ട് ശേഷം, അല്ലെങ്കിൽ ഫ്രീ ആണ്, ഞാൻ ഈ വഴിക്ക് പോകുന്നുണ്ട്, എന്നാ അവിടെ കയറാം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു ടോവി ബ്രോ ഈ ഫ്രണ്ട്ഷിപ്പിന് അത്യാവശ്യം വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഉറപ്പായിട്ടും അല്ലേ? കാരണം ഇതിനു മുന്നേ
അഭിനയിച്ച 2-3 പടങ്ങളും എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയാണ് നമ്മളെ അടുപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരേ കാര്യത്തിനെ ഇഷ്ടപ്പെടുമ്പോൾ ഒരേപോലെ ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആ സൗഹൃദം ഉണ്ടാവും. ആ സൗഹൃദം ഉണ്ടായതിനു ശേഷം വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അതെ, സിനിമ തന്നെയാണ് നമ്മളുടെ സൗഹൃദങ്ങൾ തുടങ്ങിയേക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അതിന് മുമ്പ് പരിചയമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെയും ഇതിനിടയ്ക്ക് ഡിസ്കഷൻസ് വേറെയും നമ്മൾ സിനിമകൾ ചെയ്യാനുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ലാൻഡ് ചെയ്തത് ഒരെണ്ണത്തിൽ എന്നേ ഉള്ളൂ. ഈ പടം ചൂസ് ചെയ്തപ്പോൾ എന്തായിരുന്നു ബ്രോയുടെ മനസ്സിൽ? ഇത് എങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കുമെന്ന് ബ്രോയുടെ മനസ്സിലുണ്ടായിരുന്നു? എത്രത്തോളം റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് കഥ കേട്ടപ്പോൾ തന്നെ ഇതിനകത്തൊരു നല്ല കലക്കൻ സിനിമയുണ്ട് എന്നെനിക്കറിയാമായിരുന്നു. അതുപോലെ എനിക്ക് നല്ല പെർഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഈ കുറേ അങ്ങനത്തെ സിനാരിയോസ് ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ ഈ കഥ ഇവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നറേഷൻ കേൾക്കുന്ന സമയത്ത് അത് അനുരാജ് എങ്ങനെ എടുത്തു വെക്കും എന്നുള്ളതും കൂടെ എൻ്റെ ഒരു മനസ്സിൽ ഒരു ധാരണയുണ്ടല്ലോ. കാര്യം ഞങ്ങൾ ഇത്തരം കാലമായിട്ട് പരിചയമുണ്ടാകുമ്പോൾ എനിക്കും അറിയാം അനുരാജിൻ്റെ. ഇപ്പോൾ നമ്മൾ ഇഷ്കും കണ്ടിട്ടുണ്ട്, അത് കാരണം കൊണ്ട് നമുക്കറിയാലോ അനുരാജ് എടുത്തു വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത പ്രധാന ഘടകം. കഥ നല്ലതാണ്, കഥാപാത്രം നല്ലതാണ്, ടീം നല്ലതാണ്, സംവിധായകൻ ഉൾപ്പെടുന്ന ടീം ഭയങ്കര നല്ലതാണ്. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഒരു സിനിമ ചെയ്യാവുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് ആ സമയത്ത് നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ പറയേണ്ടത്. ഹോണ്ട് ചെയ്യുന്ന ആൾക്കാരെ ഹോണ്ട് ചെയ്യുന്ന, കണ്ടു തീർന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കൈയടിച്ചിറങ്ങി പോരാവുന്നൊരു സിനിമ ആയിരിക്കില്ല. കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം അതിനകത്ത് ഡ്വെല്ല് ചെയ്യും. അത് ആ ഒരു ഇമോഷണൽ അതങ്ങനെയും വേണ്ടേ? അല്ല, തീർച്ചയായിട്ടും ചില സിനിമകൾ അങ്ങനെ വേണ്ടേ, ചിന്തിപ്പിക്കുമായിരിക്കും ഒരു പക്ഷേ. ഇത് കണ്ടിറങ്ങിയ 2 പേരെ ഞാൻ ഇവിടെ പുറത്ത് നിങ്ങൾ വരുന്നതിന് മുന്നേ സംസാരിച്ചുകൊണ്ട് കേൾക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു അത് കഴിഞ്ഞ് ഇത് ഒന്ന് ഓക്കെ ആക്കി പുറത്തിറങ്ങിയപ്പോഴാണ് ഡയറക്ടർ അവിടെ അയക്കുന്നത്. പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. അല്ല, അങ്ങനെ നമ്മള് ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് കരയാൻ പറ്റുക എന്നൊക്കെ പറയണത് അതത്രയും മനസ്സിനകത്ത് കയറിയുന്നോണ്ടാണ്. അതായത് ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ലായിരിക്കും. നമ്മൾ വേറെ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കഥ വേറെ ആരുടെയൊക്കെയോ വേദനകൾ കണ്ടിട്ടാണ് ആ പറഞ്ഞ 2 പേര് കരഞ്ഞിരിക്കുന്നത്. കാരണം അത് ആ ഉള്ളിൽ അങ്ങനെ എന്താ പറയാ, ആഴത്തിൽ ഇറങ്ങുന്നു എന്നുള്ള മറ്റൊരാളുടെ ദുഃഖം കണ്ടിട്ട് എമ്പതി, അതാണ് എമ്പതി ഉള്ളവർക്കാണ് അങ്ങനെ വരുന്നത്. സഹാനുഭൂതി. അതെ. ബ്രോ എന്തുകൊണ്ട് ഇത്ര ഒരു ഡെപ്ത് ഉള്ള സബ്ജക്ട് ചൂസ് ചെയ്തു? അത് ആക്ച്വലി നമ്മൾ രാവിലെ പോയിട്ട് എഴുന്നേറ്റിട്ട് ആ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നല്ലോ. നമ്മൾ കഥ കിട്ടുന്നു, ആ കഥയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന റൈറ്റർ ആരാ? അബിൻ ജോസഫ് എന്നാണ്. പുള്ളി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. ഗ്രേറ്റ്. കല്യാശ്ശേരി തീസിസ് എന്ന പുസ്തകം, പിന്നെ ആഴ്ചപ്പതിപ്പുകളിലൊക്കെ ചെറുകഥകൾ എഴുതുന്ന ആളാണ്. പക്ഷെ നമ്മൾ പരിചയപ്പെടുന്ന ഇവിടുന്ന് കൊച്ചിയിൽ നിന്നാണ്. രണ്ടുപേർ കണ്ണൂരാണ്, ഏതാണ്ട് ഒരു 10-15 കിലോമീറ്റർ സർക്കിളിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ കഥയുടെ യാത്രയിൽ നമ്മൾ തമ്മിൽ ഡിസ്കഷൻ. ഇപ്പം വർഗീസ് പീറ്റർ എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിനാണ് നമുക്ക് കിട്ടിയത്. കുട്ടനാട്ടിലുള്ളൊരു ക്യാരക്ടർ. അയാളുടെ അപ്പ് ആൻഡ് ഡൗൺസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക പശ്ചാത്തലം വേണം. ഓൾറെഡി ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന നമ്മളുടെ തന്നെ ഡിസ്കഷനിൽ വന്നൊരു പ്ലോട്ട് പോയിന്റിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. പിന്നെ നമ്മൾക്ക് മുൻപിലുണ്ടായിരുന്ന ഒരുപാട് സമരങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടേ, പ്രിവിലേജ്ഡ് അല്ലാത്ത മനുഷ്യരെ, ഇപ്പം പറയാം നമ്മൾക്കൊക്കെ വേണ്ട ആവശ്യങ്ങളൊക്കെ വേറെ എന്തൊക്കെയോ ആണ്. പക്ഷെ അതൊന്നും അല്ലാതെ ബേസിക് നീഡ്സ് വേണ്ട ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെ, ഏറ്റവും ബേസിക് ആയിട്ടൊരു മനുഷ്യന് വേണ്ടത് ആദ്യം സേഫ്റ്റിയാണ്, രണ്ടാമത് പിന്നെ ഫുഡും ഷെൽട്ടറും കാര്യങ്ങളും വരികയാണ്. അതെ, അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി നീഡ്സ്, ഭക്ഷണം, വെള്ളം, നമ്മൾ പഠിച്ചതാണ് ബേസിക് നീഡ്സ് എന്താണെന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ പോലും സോഷ്യൽ ബീയിങ്സ് ആയിട്ടുള്ള നമ്മൾ പോലും നമ്മളുടെ ഒപ്പമുള്ളതോ നമ്മുടെ സൊസൈറ്റിയിൽ ചുറ്റുമുള്ളതോ ആവശ്യങ്ങളെ പരിഗണിക്കാതെ പോകുന്നു. അത് എന്നത് വലിയ തെറ്റായി പറയാം. പക്ഷെ ഒരു സിസ്റ്റം, ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരെയും പരിഗണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പം അത്തരം പരിഗണന ഇല്ലാതിരിക്കുകയും അത്തരം സമരങ്ങളെ അട്ടിമറിക്കുകയും ചെയ്ത ഒരുപാട് കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ആരും അറിയാതെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത്തരം സമരങ്ങൾ, എന്തിനു വേണ്ടിയാണ് അത്തരം സമരങ്ങൾ, എങ്ങനെയാണ് അത്തരം സമരങ്ങൾ അട്ടിമറിക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള റീഡിംഗ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട്, ഇതൊരു ആർട്ട് ഫോമാറ്റാണല്ലോ, ഒരു ആർട്ട് എന്നുള്ള നിലക്ക് നമ്മൾക്ക് അത് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്ന
ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റിലേക്ക് എത്തിയത്. കണ്ടന്റിലേക്ക് എത്തിയത്. എന്നിട്ട് ഇത് ഷൂട്ടൊക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു ബ്രോ? 68-70 days. 70 days കവർ ചെയ്തു. തുടങ്ങിയത് നമ്മളിവിടെ അപ്പുറം കുട്ടനാട്. അതെ അതെ കുട്ടനാട് നിന്നാണ് തുടങ്ങിയത്. അതെ കുട്ടനാട് തുടങ്ങി, പിന്നെ കോട്ടയത്തുണ്ടായിരുന്നു. കോട്ടയത്ത് ഷൂട്ട് കംപ്ലീറ്റ് കേരളത്തിൽ തന്നെയാണല്ലോ അതെ കംപ്ലീറ്റ്. പിന്നെ വയനാടാണ് എനിക്ക് മേജർ ചങ്ക്. ശരിക്കും ഷൂട്ട് ചെയ്ത് ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്ത് കർണാടകയുടെ ബോർഡർ വരെ എത്തിയത്. കാടുകളിലെ കുറേ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത്. അപ്പം കുറച്ച് വേണമെങ്കിൽ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കർണാടക ബോർഡർ വരെ ഉണ്ട്. ഈ വനത്തിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പെർമിറ്റിനൊക്കെ അത് ബുദ്ധിമുട്ട്. നമുക്ക് ഡേ പെർമിഷൻ ഉണ്ട്. 6:30 വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഒരു കമ്പ് പോലും പൊട്ടിക്കരുത്, മറ്റ് അവരുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അനക്കരുത്, അങ്ങനെയുള്ള ഭയങ്കര റെസ്ട്രിക്ഷൻ. കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടായിരുന്നോ? പ്രധാനമായിട്ട് ഇത്രയും പേര് സെറ്റപ്പും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് മൃഗങ്ങൾ അവിടെ നിന്ന് പുലി, ആന അവരൊന്നും നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല. വന്നാ പിന്നെ ടീം മൊത്തം ഒരു ഓട്ടോ അല്ല. നമ്മുടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ടൊവിയുടെ കാരവാന്റെ പുറകില്, അത് എന്റെ കാരവാന്റെ പുറകിൽ വെച്ചാൽ കുറച്ച് പുറകില് ഒരു മരത്തിന്റെ അവിടെ അവിടുത്തെ ആ പ്രദേശവാസികൾ നമ്മളോട് ചോദിച്ചു, നിങ്ങള് ക്രൂവിലുള്ള എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെയാണ്. എന്നാ വല്ല മാനുമായിരിക്കും. അതിന്റെ ബാക്കിൽ കുറച്ച് ബ്ലഡ് കണ്ടു, പുലി പിടിച്ചതായിരിക്കും. ബീനാച്ചി എസ്റ്റേറ്റ് അതിനകത്തുള്ളതാ. ബീനാച്ചി എസ്റ്റേറ്റ് എന്നുള്ള കാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബീനാച്ചി എസ്റ്റേറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 900 ഏക്കറുള്ള കാടാണത്. അപ്പം അതിൻ്റെ അകത്ത് മനുഷ്യരെ പോലും അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ ഇപ്പം പശുക്കളെയൊക്കെ അതിൻ്റെ അകത്ത് മേയാൻ വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഴുത്തിൽ വലിയൊരു ക്യാൻ പോലത്തെ മണിയൊക്കെയുള്ള വലിയൊരു സാധനം, അതിൻ്റെ ശബ്ദം തന്നെ ഹോണ്ടിങ് ആണ്. 5 എണ്ണമൊക്കെ ഒരുമിച്ച് അടിച്ചാൽ പേടിച്ചു. അപ്പോൾ ഇതിങ്ങനെ ശബ്ദം, പശു പാനിക്കാൻ വേണ്ടി ശബ്ദം കൂടുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്ന മൃഗങ്ങൾ ഓടണമെന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ സൈക്കോളജി. അപ്പോൾ ആ കാട്ടിൻ്റെ അകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ ഈ പുല്ല് വെട്ടാനൊക്കെ എനിക്ക് കുറേ തിയറീസൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു അവിടുത്തെ പാട്. കരടി വന്നാൽ നമ്മൾ കൈ പൊക്കണം. പിന്നെ ചുമ്മാ കരടി വന്ന് എന്തിനാ കൈ പൊക്കുന്നത്? അതെ, ചുറ്റും കരടി വന്ന് ഹാൻഡ്സപ്പ് അല്ല, ഇത് ഭയങ്കര സൈസ് ഉണ്ടെന്ന് തോന്നിപ്പിക്കാനാണ് അത്ര. ആണോ? 3 പേരൊക്കെ ഉണ്ടെങ്കിൽ 3 പേര് ചേർന്ന് നിന്ന് 2 കൈ പൊക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കുക. ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുലി, കടുവ സാധനങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ അതിനേക്കാണ് ചെറുതാണെന്ന് തോന്നുമ്പോഴാണ്, വീക്കാണെന്ന് തോന്നുമ്പോഴാണ് അറ്റാക്ക് ചെയ്യുക. അപ്പം വന്നാൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പം കൂടുതൽ അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഈ പുല്ല് വെട്ടാനൊക്കെ കുനിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിയാലോ? ഓടിച്ചിട്ട് പിടിക്കും, ഉറപ്പാണ്. ആ ചീത്തപ്പേരും കൂടെ ആവും. കരടി ഓടിച്ചിട്ട് പിടിച്ചു. അയ്യോ, അല്ല അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. കരടി വരുമ്പോഴത്തേക്ക് നമ്മൾ കൈ പൊക്കി കാണിക്കണമെന്ന്. അപ്പൊ ഈ കൈ പൊക്കി കാണിച്ചിട്ട് അടുത്തോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ തിയറി അറിയാത്ത കരടിയാണല്ലോ വരുന്നത്. കൈ താത്തി നോക്കാം. അല്ല, ഇത് എന്താ വെച്ചാല് പരമാവധി ഈ മൃഗങ്ങൾക്ക് നമ്മളെ കോൺഫ്രണ്ട് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ചില അബദ്ധത്തിൽ അങ്ങനെ വന്ന് പെട്ടാൽ, പിന്നെ ഈ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മൃഗങ്ങള് മനുഷ്യനെ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. പട്ടിണി കിടക്കുന്ന, ദാരിദ്ര്യം പിടിച്ച, വയ്യാത്ത, അവർക്ക് ഈസി ടാർഗറ്റ് ആയിട്ടുള്ള കാരണം കൊണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻസും പരിപാടിയൊക്കെ ഈ പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് എടുത്തു. ഞങ്ങളുടെ അതിലങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷെ അത് ഇപ്പോൾ ഒരു യാദർശികവശാൽ നമ്മൾ ഒരു മൃഗത്തിന് മുമ്പിൽ ചെന്ന് പെട്ടാൽ പിന്നെ ആ മൃഗം എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്ലോസ് എൻകൗണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ സേഫ് ആയിട്ട് നിൽക്കും. ചോദിക്കാൻ കാരണം ഈ ഇടയ്ക്ക് ഗവി പോയായിരുന്നു കേട്ടോ. ഈ പെർമിഷൻ്റെ കാര്യം ചോദിക്കാൻ കാരണം, എൻ്റെ പൊന്നെ ഒരിടത്തും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല. റോഡിൽ കൂടെ പോവാ, കാഴ്ചകൾ കാണുക എന്നുള്ളതല്ലാതെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കയറരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. അവർ ഭയങ്കര കെയർഫുള്ളായിട്ട്. അത് ഈ സോൺ തിരിച്ചിട്ടുണ്ട്, എവിടെയാണ് സെൻസിറ്റീവ് ഏരിയ. അപ്പം ഗവിക്ക് കുറച്ച് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ മറ്റേ അപൂർവ ഇനം ജീവികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പം വയനാട്ടിൽ തന്നെ ചില സ്ഥലത്ത് ഈ ചെറിയ ബട്ടർഫ്ലൈസ് ഉണ്ട്. ആ ബട്ടർഫ്ലൈസ് ഭയങ്കര അപൂർവ ഇനമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പെർമിഷൻസ് ഇല്ല. അപ്പോൾ ബട്ടർഫ്ലൈസിനെ പോലും എൻവയോൺമെന്റൽ ആയിട്ട് സംരക്ഷണം. ഇത് എത്രത്തോളം കറക്റ്റ് ഇൻഫർമേഷൻ ആണെന്ന് അറിഞ്ഞുകൂടാ. ഗവിയിലൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലം കണ്ട് നിർത്തിയപ്പോൾ അവിടെ ഉള്ള ചേട്ടൻ ചോദിച്ചു ഇത് ഏത് അമ്പലം എന്ന് പറഞ്ഞു. ഇങ്ങനെ മുത്താരിയമ്മ കോലാണ് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇവിടെ കാണാൻ കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നത് ഒരു മരം, ഒരു വലിയ മരം കേട്ടോ, അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതുപോലത്തെ മരം ലോകത്തിൽ 3 എണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് നോവയില്ലേ, മറ്റേ നോവയുടെ പേടകം, ആ നോവ പേടകം ഉണ്ടാക്കാൻ ഉപയോഗിച്ച അതേ വുഡാണ്
ആ നിൽക്കുന്നതെന്ന്. ഓക്കെ. അത് എനിക്ക് പുള്ളിക്കാരൻ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ള എൻ്റെ റെക്കോർഡാണ് ആ സാധനം. അപ്പോൾ ഞാൻ ചെന്ന് കാണിച്ചു, ഇതാണ് ഗൈസ് മരം. പക്ഷേ അങ്ങനെ ലോകത്തിൽ 3 മരം ലോകത്തിൽ 3 മരം ഉള്ളെന്നാണ് പുള്ളി പറഞ്ഞത്. അത് 3ഉം പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ഒരെണ്ണം ഗവി ആ ഭാഗത്താണ്. മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ. അത് കുറച്ച് സീരിയസ് ആയിട്ട് അവർ ചിലപ്പം സേഫ് ഗാർഡ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തായിരുന്നു നമ്മൾ ഷൂട്ട് ഇല്ല, ഇതേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ സെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ രാവിലെ ഈ ഏതാണ്ട് 5000 അടുത്ത് മാനും കാട്ടാടും ആ സ്പീഷ്യസിൽ പെടുന്ന സ്പീഷ്യസ് ഉള്ള സ്ഥലമാണത്. അപ്പോൾ ഈ രാവിലെ പോയി ആർട്ടുകാർ പോയി സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇവറ്റകൾ കിടന്നുറങ്ങുകയും അതിന് മലമൂത്ര വിസർജനങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവില്ല. അല്ല ഭീകരമായിട്ട് നമ്മളെ ഒന്നാമത് നമ്മൾ ഇത്രയും ക്രൂ അല്ലേ, നമ്മൾ ഇത്രയും ക്രൂ ഉണ്ടായിരുന്നു. നിന്ന് കൂട്ടം തെറ്റി വെറുതെ അങ്ങോട്ട് കാഴ്ച കാണാനും മൂത്രമൊഴിക്കാനും അങ്ങോട്ട് പോയിരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോവില്ല, പേടിയായിരിക്കും ആൾക്കാർക്ക്. നമ്മുടെ ഈ പടം എന്നാ ബ്രോ റിലീസ് ആവുന്നത്? മെയ് 23 25 അല്ലേ? 23 മെയ് 23. അപ്പോൾ മെയ് 23-നാണ് പടം റിലീസ് ആവുന്നത്. അതെ അതെ. അപ്പോൾ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ട് ഇത് വീണ്ടും ഇത് ബിഹൈൻഡ് ദ സീൻസ് എനിക്ക് കിട്ടിയതാണ്. ടോബി ബ്രോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള ക്യാരക്ടർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ള ക്യാരക്ടർ എന്നാണ് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എന്ന് രണ്ടുപേരും പറഞ്ഞത്. ഓക്കെ. അത് ഇതിനകത്ത് എന്തായാലും ക്യാരക്ടറിന് നല്ല പെർഫോമൻസ് സ്കോപ്പുള്ള ഡെപ്തുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഞാനിത് ചെയ്യാനായിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചില സീനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊത്തം ക്രൂവും അതിൻ്റെ കൂടെ നിന്നിട്ടോ. അത് അങ്ങനെ കട്ട ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണെങ്കിൽ ആ ദിവസം, അല്ലെങ്കിൽ എല്ലായിടത്തും തമാശയും പറഞ്ഞ് ചാടിയും കളിച്ച് നടക്കുന്ന ഞാനൊന്ന് സൈലൻ്റ് ആവുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ സൈലൻ്റ് ആയിരിക്കുന്നത് വർക്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലായിട്ട് ഓക്കെ എന്നുള്ള ലൈനിൽ നിന്ന് നമ്മൾ അത് തീർന്നാൽ നമ്മൾ പിന്നെയും ഫൺ പരിപാടി പിടിക്കാം. അപ്പം അങ്ങനെ ഒരു കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. കാര്യം ഇതൊരു നമ്മളൊരു ഷോട്ട് മാത്രമല്ലല്ലോ, ആ ഷോട്ട് കൂട്ടി വെച്ച് അത് എഡിറ്റർ അതിന് സിനിമയ്ക്കൊരു രൂപം ഉണ്ടാക്കി, അതിൻ്റെ മ്യൂസിക് വന്ന് അതിനകത്ത് കളർ ഗ്രേഡ് വന്ന് CG വന്ന് കുറേ ഒരു പ്രോസസ്സാണല്ലോ. ഇതെല്ലാം നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. ഇതിനു മുമ്പത്തെ ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ കഥാപാത്രങ്ങൾക്ക് പപ്പും കൂടെയും വെച്ച് എനിക്കത് പറഞ്ഞു തന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്ത് അങ്ങനെയാണല്ലോ ഈ പ്രോസസ്സ്. അപ്പോൾ ഇത് എല്ലാവരുടെയും സഹകരണം കൊണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം. ഞാനിപ്പോഴും സിനിമ എനിക്കും ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നന്നായി ചെയ്തിട്ടുണ്ടെന്നും ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് മുമ്പത്തെ ഒരു കട്ടാ. ഫൈനൽ കട്ട് ഞാനിപ്പോഴും കണ്ടിട്ടില്ല. ഫൈനൽ കട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിനേക്കാൾ ഒരു അരമണിക്കൂർ കൂടെ കൂടുതലുള്ള 20 മിനിറ്റ് കൂടുതലുള്ള ഫുള്ളി ലെങ്തി വെർഷനാണ് കണ്ടേക്കുന്നത്. ഇപ്പോൾ ചെയ്തേക്കുന്ന ഫൈനൽ കട്ട് ആസ് ഇൻ കളറിങ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക് എല്ലാം ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്ത് പണി തീർന്നിരിക്കുകയാണ് സിനിമയുടെ ഫുൾ. അത് ഞാൻ കണ്ടിട്ടില്ല. അത് തിയേറ്ററിൽ വലിയ തിയേറ്ററിൽ എല്ലാവരുടെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുന്നതായിരിക്കും നല്ലത്. എന്തായാലും കരയാൻ വേണ്ടി റെഡി ആയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. കാരണം അതിനും മാത്രമല്ല, അങ്ങനെ റെഡി ആയി പോയാൽ ചിലപ്പോൾ നല്ല സിനിമ കാണാൻ പോകും എന്നുള്ളത്. അതെ, മുൻപടികളൊന്നും ഇല്ലാതെ വെറുതെ പോവാ. ചിലപ്പോൾ കരഞ്ഞൊന്നും വരില്ല കേട്ടോ. നമ്മളങ്ങനെ ഊന്നി പറയാനും പറ്റില്ല. കാരണം ഈ ഓവർ എക്സ്പെക്ടേഷനോടുകൂടി ആൾക്കാർ പോകുമ്പോഴാണ് ഡിസപ്പോയിന്റ്. നമുക്ക് ഒരു കാര്യം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ആയിട്ട് തരില്ല. അത് നമുക്ക് അത് എക്സ്പെക്ട് ചെയ്തോ. ക്വാളിറ്റി വർക്ക് ആയിരിക്കും, അത് എക്സ്പെക്ട് ചെയ്തു. ബാക്കി നിങ്ങളെ കരയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ എൻഗേജ് ചെയ്യിക്കുകയോ എന്നുള്ളതൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾ തന്നെ പറയേണ്ടതാണ്. അപ്പം നമ്മളിത് നിങ്ങൾ കരഞ്ഞിരിക്കും എന്ന് പറയാം. ഇപ്പൊ കരയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചില്ലടോ ഞാൻ മറ്റേ കമന്റ് പറയണോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ടോവി പറഞ്ഞു ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ടോവിയുടെ വിളിച്ചപ്പോ ഞാൻ പെർഫോം ചെയ്തിട്ട് അതൊരു ഒറ്റ ഷോട്ടായിരുന്നു. അതിപ്പോ സിനിമയിൽ വരുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരാം. അപ്പൊ അന്ന് നമ്മളെല്ലാവരും അങ്ങനത്തെ ഒരു മൂഡിലാണ് ഇരിക്കണേ. അത് ഫുള്ളായിട്ട് ഞാൻ പെർഫോം ചെയ്തപ്പോഴത്തേക്കും അനുരാജ് കട്ട് വിളിച്ചപ്പോ എടറിപ്പോയി ശബ്ദം. വെള്ളിയല്ല, കരച്ചിലോട് കൂടിയിട്ട് എടറിയിട്ടാണ്. നമുക്ക് കരച്ചിൽ പുറത്തു വരാൻ പറ്റാത്തൊരു സംവിധാനം ഉണ്ടാവും. ഒരു വെള്ളി വീണു, അത് സങ്കട ഉള്ളിലുള്ളതുകൊണ്ടായിരുന്നു. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അച്ചീവ്മെന്റാ. അല്ല, ഒരു സംവിധായകൻ നമ്മള് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾ കട്ട് പറയുമ്പോൾ അയാളുടെ ശബ്ദം ഇടുക. നമ്മളൊരു ഹ്യൂമർ സീനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസിലിന്റെ കൂടെ ഉള്ള സമയത്ത് ഇടയ്ക്ക് അങ്ങനെ കിട്ടും. ബേസിൽ ഒരു ഹ്യൂമർ സീനൊക്കെ വെറുതെ കട്ട്
എന്ന് പറയുന്നതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് തരുന്ന എനർജി വേറെ എനർജിയാണ്. ഈ രണ്ട് അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കത് തിയേറ്ററിൽ വന്ന് നിങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് എഡിറ്റും മ്യൂസിക്കും എല്ലാത്തിൻ്റെ അകമ്പോടോട് കൂടിയിട്ടുള്ള ഒരു എൻ്റെ പെർഫോമൻസ് ആയിരിക്കും. ഇത് ലൈവ് പെർഫോമൻസ് കണ്ടിട്ട് സംവിധായകൻ്റെ വരെ കണ്ണ് നിറഞ്ഞെന്ന് പറയുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഡിയൻസ് സംവിധായകൻ, എനിക്ക് ആ വാലിഡേഷനാണ് ആദ്യം വേണ്ടത്. അത് കിട്ടുമ്പോൾ ഭയങ്കര രസമാണ്, സന്തോഷം. ഭയങ്കര ഇതങ്ങ് പുളകുന്നതിനായി അതെ